പോലീസ് ചാരിറ്റി ലേഡിയെയും അവളുടെ സഹായിയെയും കസ്റ്റഡിയിലെടുത്തു. ഓഫീസിനുള്ളിൽ ആരുമൊന്നും മിണ്ടിയില്ല. വെടികൊണ്ട ആളെ അവിടെ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റാൻ തുടങ്ങുന്നു. അനന്യ പതുക്കെ അവന്റെ അരികിലേക്ക് നടന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആരാണിയാൾ? മീര പതുക്കെ മുന്നോട്ട് വന്നു. അയാളെ നോക്കി. ശേഷം പറഞ്ഞു, ഞാൻ ഫോണെടുക്കാൻ തിരിച്ചു വന്ന ദിവസം എന്നെ കൊല്ലാൻ തീരുമാനിച്ചത് ഇവരാണ്. എന്നെ കൊല്ലാൻ കൊണ്ടുപോയത് ഇയാളായിരുന്നു. അനന്യ ഞെട്ടി. മീര തുടർന്നു, പക്ഷേ അവൻ എന്നെ കൊന്നില്ല, ഒളിപ്പിച്ചു. 25 വർഷം എന്നെ ജീവനോടെ കാത്തു. അനന്യയുടെ കണ്ണുകൾ അയാളുടെ മുഖത്തുറഞ്ഞു. അപ്പോൾ രാഘവ് മുന്നോട്ട് വന്നു വളരെ ശാന്തമായി പറഞ്ഞു, മീരയെ അന്വേഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ ഞാനും തിരിച്ചു വന്നില്ല. എല്ലാവരും നിശബ്ദമായി കേട്ടു. അവരും എന്നെ പിടിച്ചു. പുറം ലോകം കാണാൻ പോലും അനുവദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം എന്നെ രക്ഷപ്പെടാൻ സഹായിച്ചതും രാഘവ് അയാളെ നോക്കി. ഇയാളാണ്. ഞാൻ നേരെ വീട്ടിലേക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ എന്നെ പിന്തുടരുന്നവർ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയാൽ നിങ്ങളുടെ ജീവനും അപകടത്തിലാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോഴാണ് ലക്ഷ്മി പതുക്കെ മുന്നോട്ട് വന്നത്. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ അനന്യയുടെ കൈ പിടിച്ചു. മോളെ, നിനക്കന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. മീരയെ കാണാനില്ല. രാഘവും തിരികെ വന്നില്ല. എനിക്ക് പേടിയായി. നിന്നെയും അവരന്വേഷിക്കുമോ എന്ന്. അതുകൊണ്ടാണ്. കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. പിന്നെ നിന്റെ അച്ഛൻ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. അനന്യ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്തിനമ്മാ? ലക്ഷ്മി വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, നീ അച്ഛനെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ അവരും നിന്നെ കണ്ടെത്തുമെന്ന് ഞാൻ പേടിച്ചു. നിന്നെ ജീവനോടെ കാക്കാൻ എനിക്ക് പറയേണ്ടി വന്ന ഏറ്റവും വലിയ കള്ളമായിരുന്നു അത്. അനന്യ കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു. രാഘവ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഭാര്യയുടെയും മകളുടെയും അടുത്തേക്ക് നടന്നു. മൂവരും ഒന്നും പറയാതെ പരസ്പരം ചേർന്നു നിന്നു. അല്പം മാറുനിന്ന മീര ആ കാഴ്ചത നോക്കി കണ്ണീർ തുടച്ചു. വളരെ പതുക്കെ പറഞ്ഞു, ഇനി പറയാനുള്ളത് ഒന്നു മാത്രമാണ്. അവൾ അനന്യയെ നോക്കി. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇനി അറിയേണ്ട സമയമായി.